ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഒക്കെ ആ വലിയ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത് വ്യക്തമാക്കി ആന്റണി പെരുമ്പാവൂർ തന്നെ എത്തുകയും ചെയ്തു. തീരുമാനം എന്തെന്നാൽ കുറെ ഗംഭീര ചിത്രങ്ങൾ ആശീർവാദിന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ പിറന്നിരുന്നു. പക്ഷെ അതൊന്നും തിയേറ്ററിൽ എത്തിയില്ല, പകരം OTT-യിലാണ് എത്തിയത്. ദൃശ്യം 2-ഉം ബ്രോഡാഡിയും പോലുള്ള ഗംഭീര ബോക്സ് ഓഫീസ് വിജയങ്ങൾ ആവേണ്ട സിനിമകൾ OTT-യിൽ പോയതിലുള്ള നിരാശ ഇന്നും പല പ്രേക്ഷകരും പങ്കുവെച്ചുകൊണ്ട് എത്താറുമുണ്ട്. അത് വലിയൊരു നിരാശ തന്നെയാണ്. അതിന്റെ കണക്കുകൾ പറഞ്ഞാണ് പലരും എത്താറുള്ളത്. ഇന്ന് ദൃശ്യം 2 ഇറങ്ങിയിരുന്നെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ കാണിച്ച കളക്ഷനും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടിയ ഇമ്പാക്റ്റും ഒക്കെ അന്ന് ദൃശ്യം 2-ന് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കണക്കുകളും ഒക്കെയാണ് ട്രേഡ് അനലിസ്റ്റുകളും പ്രമുഖരും ഒക്കെ ഇന്നും എത്താറുള്ളത്. അപ്പോഴാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകളും പ്രസക്തമാകുന്നത്. സിനിമയുടെ നല്ല കാലമാണ് ഇപ്പോൾ എന്ന് എല്ലാവരും ഉറപ്പിച്ചു. കാരണം OTT പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള വലിയൊരു കുത്തൊഴുക്ക് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമ്പോൾ OTT കാലം അവസാനിച്ചു എന്ന് തന്നെയാണ് സിനിമാ മേഖലയിലുള്ള ഏറ്റവും വലിയ പറച്ചിലുകൾ. തിയേറ്ററിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു കാലത്തേക്ക് മലയാള സിനിമ തിരിച്ചെത്തിയതോടെ കൂടുതൽ നല്ല ചിത്രങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി വലിയ ശ്രമവും നടക്കും. തിയേറ്ററുകളിൽ ഉടമകൾ മുടക്കിയത് കോടികളാണ്. അത് തിരിച്ചു കിട്ടാൻ വഴിയൊരുങ്ങും. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതവും മെച്ചപ്പെടും. OTT-കൾ പിന്മാറിയത് മലയാള സിനിമയുടെ തകർച്ചയ്ക്കല്ല, നല്ല കാലത്തിനാണ് തുടക്കം ഇടുന്നത്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ വാക്കുകളാണ് ഇന്നേ ദിവസം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും. അതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നതും. OTT-യുടെ കാലം അവസാനിക്കുമ്പോൾ പുതിയ ചിത്രങ്ങൾ OTT-ക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ പൈസയൊന്നും കിട്ടാതായപ്പോൾ അവർ പിന്മാറി എന്ന് തന്നെ പറയാം. കൂടുതൽ ബിസിനസ് സാധ്യത തിയേറ്ററിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ മികച്ച സിനിമകൾ ഉണ്ടാകും. OTT-ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള സിനിമകളാണല്ലോ. ഒരു തവണ OTT-ക്ക് ഉണ്ടാക്കിയ സിനിമ പോലും തിയേറ്ററിൽ ഇറക്കേണ്ടി വന്ന അവസ്ഥ ആന്റണി പെരുമ്പാവൂരിന് ഉണ്ടായി. എലോൺ പോലൊരു ചിത്രം OTT-ക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അത് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ആരും സ്വീകരിക്കാതെ പോവുകയും ചെയ്തു. എന്നാൽ തിയേറ്ററിന് വേണ്ടി ഇറക്കാൻ പറ്റിയിരുന്ന സിനിമകളായിരുന്നു ദൃശ്യം 2-ഉം ബ്രോഡാഡിയും ഒക്കെ. പക്ഷെ അത് OTT-ക്ക് വേണ്ടിയാണ് അവർ ചെയ്തത്. അതൊക്കെ വന്നിരുന്നെങ്കിൽ ഇന്ന് എന്തായിരിക്കും മലയാള സിനിമയ്ക്ക് സംഭവിക്കാമായിരുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് പലരും എത്തുന്നത്. എന്തായാലും OTT-യിൽ നിന്നും എല്ലാ സിനിമാക്കാരും പിന്മാറിയപ്പോൾ ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള വലിയ നിർമ്മാണ കമ്പനികൾ തിയേറ്ററിന് വേണ്ടി ഗംഭീര സിനിമകൾ ഒരുക്കുകയാണ്. അതിന്റെ തുടക്കമായിരുന്നു നേര് എന്ന ചിത്രം. ഒരു ഗംഭീര കുഞ്ഞു ചിത്രം ഇറക്കി വലിയൊരു കളക്ഷൻ നേടാൻ അവർക്ക് സാധിച്ചു. ഇതേ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും ഗംഭീര മോഹൻലാൽ സിനിമകൾ പിറക്കാൻ പോവുകയാണ്. നിരവധി സിനിമകളുടെ അനൗൺസ്മെന്റ് ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും. അതിന് തുടക്കമാകാനുള്ള സാധ്യതകൾ പറഞ്ഞുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരും എത്തുന്നത്. അതിൽ തന്നെ ദൃശ്യം 3-യും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.